യേശു ജനക്കൂട്ടത്തെ നോക്കുന്നു. അവന്റെ ഹൃദയം കരുണയാൽ സ്പർശിക്കപ്പെടുന്നു. കാരണം അവൻ ക്ഷീണിതരും ചിന്നവരുമായ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഉള്ള ആളുകളെ കാണുന്നു. നമ്മുടെ കാലത്ത് ജനക്കൂട്ടം നമ്മെ ചുറ്റിപ്പറ്റിയാണ്. വീട്ടിൽ നിന്ന് വളരെ അകലെയുള്ള കുടിയേറ്റക്കാർ, തൊഴിലില്ലാത്ത യുവാക്കൾ, സമ്മർദ്ദത്തിൽ തകർന്നു പോകുന്ന കുടുംബങ്ങൾ, ഏകാന്തതയിൽ ഒറ്റപ്പെട്ട വൃദ്ധർ, പുറത്ത് നന്നായി കാണപ്പെട്ടാലും ഉള്ളിൽ നഷ്ടപ്പെട്ടതായി തോന്നുന്ന പലരും. പ്രത്യേകിച്ച് ക്രിസ്മസിൽ നമുക്ക് ഇത് അനുഭവപ്പെടുന്നു. പലപ്പോഴും ഒരു സംഭാവനയോ ചെറിയ സമ്മാനമോ ഉപയോഗിച്ച് നമ്മൾ പ്രതികരിക്കുന്നു. ഈ ഔദാര്യം യഥാർത്ഥവും പ്രധാനപ്പെട്ടതുമാണ്. എന്നാൽ സുവിശേഷം നമ്മോട് പറയുന്നത് യേശു കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നു എന്നാണ്. ജനക്കൂട്ടത്തെ കണ്ടതിനു ശേഷം അവൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, കൊയ്ത്തു സമൃദ്ധമാണ്, പക്ഷേ തൊഴിലാളികൾ കുറവാണ്. കൊയ്ത്തിന്റെ കർത്താവിനോട് തന്റെ വിളവെടുപ്പിലേക്ക് തൊഴിലാളികളെ അയക്കാൻ പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. തുടർന്ന് അവൻ 12 പേരെയും പേരെടുത്ത് വിളിച്ച് രോഗികളെ സുഖപ്പെടുത്താനും അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സ്വർഗരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനും അധികാരത്തോടെ അയക്കുന്നു. തൊഴിലാളികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തന്നെ തൊഴിലാളികളായി മാറും. അതിനാൽ ഈ ക്രിസ്മസിൽ കർത്താവ് നമ്മോടും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ശരിക്കും കരുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നമുക്ക് വളരെ ലളിതമായി ആരംഭിക്കാം. ഇന്നത്തെ ജനക്കൂട്ടത്തിനു വേണ്ടി ഈ ദരിദ്രർ,